രാവിലെ തന്നെ ഇതിന് മൂടി തുറക്കാൻ പറ്റാത്ത ദേഷ്യാട്ടെ കാണുന്നത്. വിനുവിനെ കൊണ്ട് അത് തുറപ്പിച്ച് വെള്ളാക്കി കുടിച്ചതിന് ശേഷം സമാധാനായേ. പിന്നെ വിനുവിനെ കൊണ്ടുള്ള ഞം പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തുട്ടാ. തോരൻ വെക്കാൻ ബീട്രൂട്ട് അരിഞ്ഞ് അടുപ്പി തട്ടിയിട്ട് മീനും കൊണ്ട് ഞാൻ അറിയണം നന്നാക്കാനായിട്ട്. ബൈ ദ ബൈ, ഈ മീനിന്റെ പേരാണ് പെൻസിൽ ചൂര. മീൻകാരി ചേച്ചിയോട് ചോദിച്ച് കണ്ടുപിടിച്ചാട്ടോ ഞാൻ. സാധാരണ ചൂരയുടെ തൊലി കളയെങ്കിലും ഈ ചൂരയുടെ തൊലി കളയണ്ടെന്നാണ് എന്റെ ഒരു ഇത്. ഇനി അങ്ങനെയല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വായോ, അവിടെ കിടന്ന് അടികൂടാട്ടോ നമുക്ക്. തേങ്ങാക്കറിയല്ല, മുളകറിയല്ല, സ്പെഷ്യൽ പരട്ടുകറിയാണ് കേട്ടോ. മീൻ പരട്ടുന്നുള്ളതില് എന്റെ സംഭാവനകളും കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തൊരു റെസിപ്പിയാണ് ഇത്. അതുകൊണ്ട് പരട്ടി ആവാതിരുന്നാ മതി. പാമ്പ് കൊത്തിയൊന്നല്ല, കറിവേപ്പില പറിക്കാൻ പോയപ്പോ കിട്ടിയതാട്ടാ. പിന്നെ കുറച്ച് മീനും പൊരിച്ച് പുളിശ്ശേരി ഉണ്ടാക്കിയേ. കറി ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ വിനു അവന്റെ പ്ലാൻ മാറ്റി സ്മൂത്തി വേണ്ട ദോശ മതി. അങ്ങനെ ദോശയും മീൻ പരട്ടാണ് അവൻ രാവിലെ കഴിച്ചത്. പിന്നെ അവന്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി അവൻ പോയതിനു ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുട്ടാ. അതോടുകൂടി അടുക്കളത്തെ പണി കഴിഞ്ഞോണ്ട് എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കിട്ടാ. വൈകുന്നേരം വിനു വന്നപ്പോ വിനുന്റെ കൂടെ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന അവന്റെ കൂട്ടുകാരൻ ശ്രീനാഥ് ചേട്ടന്റെ കല്യാണത്തിന് പോയിട്ടോ ഞങ്ങള്. അതും ഓച്ചിറയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും ട്ടാ. എവിടെ പോയാലും പിന്നെ നമുക്ക് ഇതാണല്ലോ മുഖ്യം. അവരെ കണ്ട് ഗിഫ്റ്റും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നുട്ടാ. പിന്നെ ഐസ്ക്രീം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോന്നെ. മീൻ പരട്ടിന്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ, ഞാൻ ഇടാട്ടാ. പത്രമുള്ള ഗൈസ്, ബൈ.